ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് നായികയായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള തുടക്കം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ, ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2018 എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂരിന്റെ 37ാമത്തെ ചിത്രം കൂടിയാണ്. പ്രണവ് മോഹൻലാലിന് പിന്നാലെ ഇപ്പോഴത്തെ വിസ്മയം കൂടി ബിഗ് സ്ക്രീനിലോട്ട് എത്തുമ്പോൾ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിനായിട്ട് ഉറ്റുനോക്കുന്നത്. ആദ്യം എന്ന് പറയുന്ന പ്രണവിന്റെ ആദ്യ ചിത്രം ബൊമ്മ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് ഗസ്റ്റ് റോളിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പതിവ് തെറ്റിക്കാതെ വിസ്മയ മോഹൻലാലിന്റെ ചിത്രത്തിലും ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പുറത്തു വന്ന പോസ്റ്ററുകളെല്ലാം തന്നെ ലാലേട്ടനെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരിയും ചിത്രകാരിയുമായ വിസ്മയുടെ ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന കവിതാ സമാഹാരം മുൻപ് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമയിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം ഓണം റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. വമ്പൻ ക്ലാഷ് തന്നെയാണ് ഇത്തവണ വിസ്മയയ്ക്ക് നേരിടേണ്ടി വരാൻ പോകുന്നത്. കാരണം ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന അയാം ഗെയിം, അതോടൊപ്പം തന്നെ നിവിൻ പോളി ചിത്രം ബദ്രഹേം കുടുംബ യൂണിറ്റ്, അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ എന്ന് പറയുന്ന സിനിമയുണ്ട്. ഖലീഫയിലും ഗസ്റ്റ് റോളിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നഡയിൽ നിന്നും യാഷ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമയും, അതോടൊപ്പം തന്നെ തമിഴിൽ നിന്ന് സൂര്യ നായകനായിട്ടെത്തുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം എല്ലാ സിനിമാ പ്രേമികൾക്കും നിർണായകമായിട്ട് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിനോക്കുന്നത് വിസ്മയുടെ ഭാവി തന്നെയായിരിക്കും. എന്തൊക്കെയാണ് ഓഗസ്റ്റ് 7 ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കുക. മലയാള സിനിമകളുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളൊന്നായിട്ട് മാറാൻ തുടക്കത്തിന് സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ തുടക്കം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.